ഹലോ ഗൈസ്. അപ്പോൾ രാവിലെ ഉറക്കണീച്ച് വന്നപ്പോഴേ ഞാൻ കാണുന്നത് അമ്മ നമ്മുടെ അവിടെ ഫസ്റ്റ് ഉണ്ടായ ചക്ക പഴുത്തോ ഇല്ലേ എന്ന് നോക്കുന്നതാണ്. അതിന് ശേഷം മാമിയും മക്കളും ഒക്കെ വന്ന് നമുക്ക് ഡിസംബർ 25 അല്ല, ഇന്നായിരുന്നു ക്രിസ്മസ്. കാരണം തലേദിവസം അമ്മ കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ വരാൻ വേണ്ടി നമ്മൾ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് ആ കേക്കൊന്ന് കട്ട് ചെയ്യാൻ വിളിച്ചപ്പോഴത്തേക്ക് എല്ലാവരും ബിസി ഗൈസ്. പാവം മാമിയും ഞാനും ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എപ്പോൾ വരും. പക്ഷെ ഇവരാരും വന്നില്ല. പിന്നെ നമ്മൾ 4 പേരും കൂടെ കുറേ കിടന്ന് അലമ്പിയതിന് ശേഷമാണ് ആ കേക്കൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നത്. അതിനുശേഷം ക്യാമറ അമ്മ നേരെ പിടിക്കുകയില്ല. പിന്നെ നമ്മൾ 4 പേരും കൂടെ എങ്ങനെയൊക്കെയോ കട്ട് ചെയ്ത് അതിൽ ആ പൊക്കം കൂടി ആ പയ്യന് ഇത്തിരി ഇളക്കം കൂടുതലായതുകൊണ്ട് തന്നെ അവൻ ഭയങ്കരമായിട്ട് കിടന്ന് കാണിച്ചിട്ടാണ് നമ്മൾ അവസാനം ആ കേക്കൊന്ന് കട്ട് ചെയ്ത് വല്ല വിധനെ തീർത്തത്. പകുതിയായപ്പോഴത്തേക്ക് ഉണ്ണി വിട്ടിട്ട് പോയി, നിങ്ങളിനി എന്തോ ചെയ്യും, എനിക്ക് അവസാനം ഒരു കേക്ക് തന്നാൽ മതിയെന്നായി. പാവം എൻ്റെ അപ്പൂപ്പന് ഒരു പീസ് കേക്ക് ഞാൻ കൊടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ട്, കാരണം ഷുഗറാണേ. അതിനുശേഷം എല്ലാവർക്കും നമ്മൾ ഇങ്ങനെ പീസ് കേക്ക് കട്ട് ചെയ്ത് അത് ഞാൻ തന്നെ എല്ലാവർക്കും കൊടുത്ത്. അതിനുശേഷം എനിക്ക് അമ്മയും ഒരു പീസ് കേക്ക് തന്നു. നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മൾ ആ കേക്ക് ഫുൾ അങ്ങ് തീർത്ത്. പിന്നെ അതിൻ്റെ അകത്തുള്ള മേരി ക്രിസ്മസ് ഞാനിങ്ങ് എടുക്കുകയും ചെയ്തു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കേക്കിൻ്റെ മത്ത് മാറിയതിന് ശേഷമാണ് നമ്മൾ കാപ്പി കുടിക്കുന്നത്. അതും 12 മണിയായി കാപ്പി കുടിക്കാനായിട്ട്. ടി വി ഒക്കെ കണ്ട് കാപ്പിയും കുടിച്ച് കുറേ നുണയും പരദൂഷണവും ഒക്കെ ഞാനും മാളവും കൂടെ ഇരുന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്പോഴത്തേക്ക് ഉച്ചത്തേക്ക് നമുക്ക് കുറേ സ്പെഷ്യൽ ഉണ്ടായിരുന്നു ഗൈസ്. ചിക്കൻ കറി, ബീഫും മരിച്ചിനിയും ചോറും ഒക്കെ കൂട്ടി കഴിച്ച് വയറ് വീർപ്പിച്ച് ഞാനൊരു സുഖം ഉറക്കം അങ്ങ് ഉറങ്ങി എണീച്ചപ്പോഴത്തേക്കും വൈകിട്ടായി. പിന്നെ ചായയൊക്കെ കുടിച്ചപ്പോഴത്തേക്കും മാമിയും മക്കളൊക്കെ പോയി. പിന്നെ അതിനുശേഷം അമ്മൂമ്മ വന്നു. പിന്നെ എൻ്റെ കുക്കുവിൻ്റെ മക്കളാണ് ഗൈസ് ഇവരെല്ലാവരും. 5 മക്കളുണ്ടായിരുന്നു. അപ്പം അവരെയും ചെന്ന് കണ്ടിട്ട് പിന്നെ ഞാൻ എന്താ ഇവിടെ ഷോ ഇറക്കുന്നു, അത്ര തന്നെ. ഷോ ഇറക്കിയതിന് ശേഷം എൻ്റെ മാതാശ്രീ എവിടെയോ പോയിട്ട് വന്നിട്ട് അങ്ങനെ വന്നതിന് ശേഷം ക്യാമറ കണ്ട എൻ്റെ അമ്മ ഇപ്പം വെറുതെ വിടാറില്ല, കണ്ടില്ലേ, ഭയങ്കര സ്റ്റൈലാണ്. അതിനുശേഷം ഇവരെല്ലാവരും കൂടെ ഇവർ വേറെന്തൊക്കെയോ നുണയും പറഞ്ഞുകൊണ്ടിരിക്കണം.